ഹായ് ഓൾ. അപ്പോൾ ഇന്ന് എന്നത്തെയും പോലെ നമ്മൾ ജേർണലിങ് സ്റ്റാർട്ട് ചെയ്യാറില്ല. അതിൻ്റെ മുമ്പ് നമുക്ക് ചെറുതായിട്ടൊന്ന് ജേർണലിങ് സപ്ലൈസ് അൺബോക്സ് ചെയ്യുന്നത് കാണാം. ഞാൻ റീസെൻ്റ്ലി കുറച്ച് ജേർണലിങ് സപ്ലൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജേർണലിങ് വീഡിയോ കാണാം. അപ്പോൾ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് പേപ്പർ പോട്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഈ ജേർണലിങ് സപ്ലൈസ് ഓപ്പൺ ചെയ്ത സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ജേർണലിങ് സപ്ലൈസ് കിട്ടാൻ വേണ്ടിയിട്ട്. അത് യൂട്യൂബിന് വേണ്ടിയിട്ടോ യൂട്യൂബ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഞാൻ യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ എത്രയോ മുമ്പ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ഇയറിലേക്ക് നെക്സ്റ്റ് മെയ് 2026 മെയ്യിലേക്ക് 4 years ആവും. പക്ഷേ അതിന് മുൻപ് തന്നെ എനിക്ക് ഇങ്ങനത്തെ വാഷിംഗ് ടേപ്സിനോട് ഭയങ്കര ഒരു ക്രേസ് ഉണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഒരു ടൈമിൽ നമ്മുടെ യൂട്യൂബ് തുറന്ന് നോക്കിയാൽ ഫുള്ളായിട്ട് വാഷിംഗ് ടേപ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന ജേർണലിങ്സിൻ്റെ ASMR വീഡിയോസ് കണ്ടായിരുന്നു. ആ ASMR വീഡിയോസ് ഭയങ്കര സൂത്തിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും അത് കണ്ടിരിക്കും. ഞാനീ പറയുമ്പോൾ ഇത് കേൾക്കുന്ന പല ആൾക്കാരും അങ്ങനത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അവരെ ഓരോ സ്റ്റിക്കേഴ്സ് പറിച്ചെടുത്ത് ഒട്ടിക്കുന്ന ആ ഒരു സൗണ്ടും അതിൻ്റെ ആ സ്റ്റിക്കേഴ്സും ആ ഒരു വാഷിംഗ് ടേപ്പിൻ്റെ ലുക്കും എസ്തെറ്റിക്സും എല്ലാം കൊണ്ടും നമ്മൾ എന്തായാലും അത് നോക്കിയിരിക്കും. ഞാൻ ഇന്ത്യയിലുണ്ടായിരുന്ന സമയത്ത് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഈ ചൈനയിലെയും ജപ്പാനിലെയും കൊറിയയുടെ ആൾക്കാരുടെ ജേർണലിങ്ങിൻ്റെയൊക്കെ ASMRും എസ്തെറ്റിക്സും അങ്ങനത്തെ ഓരോ വീഡിയോസ് കാണുമ്പോൾ ഇതുപോലത്തെ പ്രോഡക്റ്റ്സൊക്കെ എന്നാൽ നമ്മളെ നാട്ടിലൊന്ന് കിട്ടാതെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരുപാട് ഷോപ്പുകളിൽ അതിൻ്റെ കാണുന്നുണ്ട്. ആൻഡ് ഈവൻ മിനിസോ വരെ നാട്ടിലൊക്കെ വന്നു. അപ്പോൾ ഇപ്പോൾ അതിന് വലിയ ബുദ്ധിമുട്ടില്ല, പക്ഷേ എന്നാലും അത് എക്സ്പെൻസീവാണ്. അപ്പോൾ ഞാൻ ഈ യൂട്യൂബൊക്കെ തുടങ്ങുന്നതിൻ്റെ മുന്നേ ഇങ്ങനെ ജേർണലിങ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു താല്പര്യം കൊണ്ടും അതുപോലെ ഈ വാഷിംഗ് ടേപ്പിനോടുള്ളൊരു ക്രേസ് കൊണ്ടൊക്കെ അന്വേഷിച്ചപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സംഭവമേ ഉണ്ടായിരുന്നില്ല. ഒരു 4-5 yearsൻ്റെ മുൻപ് 5 years ആകുമ്പോൾ 5 years 6 years ഒക്കെ ഈ കൊറോണ ആ ടൈമിലൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ വാഷിംഗ് ടേപ്പ് നോക്കി കിട്ടിയിട്ടേ ഇല്ല. ഞാൻ UAE വന്നപ്പോഴാണ് എനിക്കിവിടെ ഇത് ഭയങ്കരമായിട്ട് അവൈലബിൾ ആണെന്നും അതുപോലെ ഭയങ്കര ചീപ്പാണെന്നും അറിയാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഒരുപാട് വർഷങ്ങൾ ആഗ്രഹിച്ച് വാങ്ങിയ സാധനം ആയതുകൊണ്ടായിരിക്കാം എനിക്കതിൻ്റെ പുറത്തുള്ള സ്റ്റിക്കേഴ്സോ കവറോ വരെ കളയാൻ തോന്നിയില്ല. അതുവരെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തോന്നിയത്. അങ്ങനെ ആ സ്റ്റിക്കേഴ്സും കവേഴ്സും എല്ലാം എടുത്തിട്ട് തന്നെയാണ് ജേർണൽ ചെയ്തതും. അങ്ങനെ എല്ലാ പാർട്ടും യൂട്ടിലൈസ് ചെയ്ത് മാക്സിമം യൂട്ടിലൈസേഷനിൽ ചെയ്യാനാണ് തോന്നിയത്. അതിൻ്റെ മെയിൻ റീസൺ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ നാട്ടിലിത് അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ അതിനോടുള്ള ഒരു ആഗ്രഹം കൊണ്ട് പിന്നെ ഈ യൂട്യൂബിൽ നമ്മളെ നാട്ടിൽ ഇതുപോലത്തെ വീഡിയോസിൽ ഇങ്ങനെ നല്ല വാഷിംഗ് ടേപ്സൊക്കെ കാണാൻ തുടങ്ങിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. സഫ വിത്ത് പെന്നിൻ്റെ യൂട്യൂബ് ചാനലിലാണ് കേട്ടോ ഞാൻ ഒരുവിധമൊക്കെ നല്ല വാഷിംഗ് ടേപ്സൊക്കെ കണ്ടത്. ആൾ കൊളാബറേറ്റ് ചെയ്തതും അല്ലാത്തതുമായിട്ട് ഒരുപാട് പേജസിൻ്റെ നല്ല നല്ല വാഷിംഗ് ടേപ്സിൻ്റെ കളക്ഷൻ നമ്മളെ നാട്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് സഫ വിത്ത് പെന്നിൻ്റെ പേജിൽ തന്നെയാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല, എനിക്ക് ഈ വാഷിംഗ് ടേപ്പ് ഇത്രയും ആഗ്രഹിച്ച് കിട്ടിയോണ്ടാണോ എന്താണെന്നറിയില്ല, ഇപ്പോഴും അത് മുഴുവൻ ഉപയോഗിക്കാൻ തോന്നുന്നില്ല. എനിക്ക് പിശുക്ക് ഭയങ്കരമായിട്ട് വരുന്നു. വാഷിംഗ് ടേപ്പിൽ വരെ പിശുക്കുന്നൊരവസ്ഥ എനിക്ക് വന്നു. അത് ആഗ്രഹിച്ച് കിട്ടിയതൊക്കെ തന്നെയാണ്, പക്ഷെ തീർന്നു പോവോ എന്നുള്ള ഒരു ചിന്തയായിരിക്കാം. പിന്നെ ഞാൻ എൻ്റെ മനസ്സിനെ തന്നെ സമാധാനിപ്പിച്ചു, അത് വെറുതെ എടുത്ത് വെച്ച് അതിൻ്റെ ഒരു ഗമ്മെല്ലാം നശിച്ചു പോകുന്നതിൽ നല്ലതല്ലേ അത് യൂസ് ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തത്. നമ്മൾക്ക് ഒരുപാട് പേർക്ക് ഉണ്ടാകും ഈ സ്വഭാവം, എനിക്കുണ്ട്. ഒരു പീസ് ഓഫ് പേപ്പർ നല്ല അട്രാക്റ്റീവായിട്ട് തോന്നുന്നൊരു പേപ്പറോ ഒരു നല്ല വെഡ്ഡിങ് ഇൻവിറ്റേഷൻ കാർഡ് വന്നാൽ വരെ അതെടുത്തു വെക്കും. ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. ഒരുവിധം ക്രാഫ്റ്റേഴ്സിൻ്റെ എല്ലാവരുടെയും ഒരു സ്വഭാവമാണെന്ന് തോന്നുന്നു ഈ ഒരു കാര്യം. എനിക്കെന്തായാലും അത് നന്നായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ജേർണലിങ് വീഡിയോസ് ചെയ്യുമ്പോഴും ക്രാഫ്റ്റ് ചെയ്യുമ്പോഴും ഓരോ ചെറിയ പീസസ് ഓഫ് നല്ല എന്തെങ്കിലും അട്രാക്റ്റീവായിട്ടുള്ള സാധനങ്ങൾ കണ്ടാൽ ഒക്കെ
ഒക്കെ ഞാനൊരു ബോക്സിൽ പെറുക്കി വെക്കും. ഇപ്പോൾ ആ ബോക്സ് തുറന്നു നോക്കാൻ പോലും വയ്യ, അതിലെന്തൊക്കെയാണ് ഉള്ളതെന്ന് പോലും എനിക്കറിയാത്ത അവസ്ഥയായി. ഞാൻ വാങ്ങിച്ച ഈ വാഷി ടേപ്സൊക്കെ വരുന്നത് 4 ദിറംസും 5 ദിറംസും ഒക്കെ ആണ് കേട്ടോ. 4 ദിറംസ് 5 ദിറംസ് വരുമ്പോൾ നാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 100 രൂപ 150 രൂപയൊക്കെയാണ് ഓരോ വാഷി ടേപ്പിന് വരുന്നത്. പക്ഷേ ചില പ്രൈവറ്റ് സൈറ്റിൽ നിന്ന് നമുക്ക് നാട്ടിലേക്ക് ഷിപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഒന്നിന് തന്നെ 400 500 ഒരു റോളിന് തന്നെ വരാറുണ്ട്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല കുറവാണ് ഈ പ്രൈസ്. പിന്നെ UAE ഒരാൾക്കറിയാം 4 ദിറംസ് 5 ദിറംസ് എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജ് എമൗണ്ട് അല്ല ഒരിക്കലും. ഇവിടെ നമ്മൾ ചെറിയ എന്തെങ്കിലും സാധനം വാങ്ങിക്കണമെങ്കിൽ വരെ 1 ദിറം 2 ദിറം അതിൽ കുറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു രാജ്യത്ത് ഒരു 4 ദിറം 5 ദിറംസിന് നമുക്ക് നല്ല ഭംഗിയുള്ള എസ്തെറ്റിക് വാഷി ടേപ്സ് കിട്ടുക എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി അതിന് ചീപ്പ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് എനിക്കിത് യൂസ് ചെയ്തപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും നല്ലതാണെന്ന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഇനിയും എന്തായാലും പർച്ചേസ് ചെയ്യണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഒരുപാട് പേജസിൽ നമ്മളതുപോലെ കണ്ടിട്ടുണ്ടാവും, ഈ വാഷി ടേപ്സിന് തന്നെ കട്ട് ചെയ്തിട്ട് അവർ ഇതൊരു സ്റ്റോറി ടെല്ലിങ് പേജ് പോലെ അവരുടെ ജേർണലിങ് പേജസ് മാറ്റിയെടുക്കും. ഒരു പേജിൽ നല്ല എസ്തെറ്റിക്സ് ആയിട്ടുള്ള ഒരു വാഷി ടേപ്പിൽ നിന്ന് മൗണ്ടെയിൻ, വേറൊരു വാഷി ടേപ്പിൽ നിന്ന് ഗ്രീനറി, വേറൊരു വാഷി ടേപ്പിൽ നിന്ന് ട്രീ ഹട്ട്, അങ്ങനെ പലതും പല രീതിയിൽ നിന്ന് കട്ട് ചെയ്ത് ഒരു സിംഗിൾ പേജിൽ അത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് അതിനെ ഒരു ബ്യൂട്ടിഫുൾ ഒരു ഗാലറി ആക്കി മാറ്റുന്ന ജേർണലിങ് വീഡിയോസ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ആൻഡ് അതൊരു പ്യുവർ ആർട്ടിസ്റ്റിക് ബിഹേവിയർ, അല്ലെങ്കിൽ ബിഹേവിയർ എന്നല്ല പറയുക, ഒരു പ്യുവർ ആർട്ടിസ്റ്റിക് സ്കില്ല് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ എനിക്ക് അങ്ങനത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ, ഇതുപോലെയൊക്കെ എനിക്ക് എപ്പോഴാണ് ചെയ്യാൻ പറ്റുകയെന്ന്. പിന്നെ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നാണല്ലോ. അപ്പോൾ ഞാൻ ചെയ്ത് പെർഫെക്റ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നെന്തായാലും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഈ വീഡിയോയിൽ ഇതുപോലെയുള്ള സ്റ്റോറി ടെല്ലിംഗ് ആയിട്ടുള്ള വാഷി ടേപ്സ് വെച്ചിട്ടുള്ള ജേർണൽ ചെയ്യാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്നത്തെ ക്രാഫ്റ്റിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല, ബട്ട് ആ വാഷി ടേപ്പിൻ്റെ ഭംഗിയുണ്ട്. എന്തായാലും ഈ പേജ് അടിപൊളി ആയിരിക്കും കേട്ടോ. ഇനി എൻ്റെ വീഡിയോനെ കുറിച്ച് പറയാം. എൻ്റെ വീഡിയോസ് ഞാൻ നോർമൽ ലൈറ്റിങ്ങിൽ എടുക്കുന്നതാണ്. എൻ്റെ വീട്ടിലുള്ളത് ട്യൂബ് ലൈറ്റാണ്. അപ്പോൾ വൈറ്റ് ട്യൂബ് ലൈറ്റിൽ ഞാൻ ചില സമയത്ത് എൻ്റെ സ്റ്റഡി ലാമ്പ് ഓണാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ വീഡിയോസ് എടുക്കുന്നത്. അല്ലാണ്ട് എനിക്ക് അതുപോലെ അധികം എസ്തെറ്റിക്സ് കൊണ്ടുവരാൻ അറിയില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അല്ലെങ്കിൽ ഒരുപാട് ഈ ക്രാഫ്റ്റ് മേക്കിംഗ് വീഡിയോസ് കാണുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും, അയ്യോ ഇവരുടെ വീഡിയോസ് എന്തൊരു ഭംഗിയാണ്, ഇവർക്ക് എങ്ങനെയാണ് ഇത്രയും നല്ല ലൈറ്റിങ് കിട്ടുന്നത്, ഇവരെങ്ങനെയാണ് ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്നത്. എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ എഡിറ്റിംഗ് വീഡിയോസിനെ കുറിച്ചും എഡിറ്റിംഗ് ആപ്സിനെ കുറിച്ചും ഒരുപാട് പേര് പറയും. പക്ഷേ ആരും ഇത്രയും എസ്തെറ്റിക്കായിട്ടുള്ള വാം കളറിങ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് പറയുന്നില്ല. അത് പറയാന്നുണ്ടെങ്കിൽ തന്നെ അത് സിമ്പിളായിട്ടായിരിക്കില്ല, അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അത്രയും ചെയ്യാനുള്ളൊരു മടി എനിക്കുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. പക്ഷേ ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ, ചില ആൾക്കാരുടെ വീഡിയോസ് കാണുമ്പോൾ വീഡിയോസേ അങ്ങനെ കണ്ടിരിക്കാൻ തോന്നും, അതെന്തൊരു രസമാണ്. എൻ്റെ വീഡിയോസിന് എനിക്കങ്ങനെ തോന്നാറില്ല. നിങ്ങൾക്ക് തോന്നാറുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. എനിക്ക് ഭയങ്കര awkward-ആയിട്ടാണ് തോന്നാറ്. അയ്യോ എൻ്റെ ലൈറ്റ് ശരിയായിട്ടില്ല, എൻ്റെ പെർഫെക്റ്റ് അല്ല, എൻ്റെ അത് രസമില്ല, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് രസമില്ല, ഇങ്ങനെ ഒരുപാട് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ഇമ്പ്രൂവായി വരാം എന്നുള്ള ഒരു രീതിയിലാണ് എടുക്കുന്നത്. മറ്റത് അയ്യോ എൻ്റെ ലൈറ്റ് ശരിയല്ല അങ്ങനെ പറഞ്ഞ് വീഡിയോസ് എടുക്കാനുള്ളൊരു മൂഡേ ഉണ്ടാകാറില്ല. അപ്പോൾ ഞാനിപ്പോൾ ഓരോ വീഡിയോസിലും ഇമ്പ്രൂവ് ആക്കാം എന്നുള്ള രീതിയിൽ ഞാൻ സ്റ്റിൽ സെർച്ചിങ് ആണ്, എങ്ങനെയാണ് നല്ലൊരു എസ്തെറ്റിക് പ്ലീസിങ് ആയിട്ടുള്ള വീഡിയോ എഡിറ്റ് ചെയ്ത് വ്യൂവേഴ്സിൻ്റെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ സ്റ്റിൽ അതിൻ്റെ ഒരു ഹണ്ടിലാണെന്ന് തന്നെ പറയാം കേട്ടോ. എനിവേ, അപ്പോൾ വീഡിയോ അല്ല, ജേർണലിങ് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തത്. എനിക്ക് ആ വാഷി ടേപ്പിൻ്റെ ഫസ്റ്റിൽ കണ്ട സ്റ്റിക്കേഴ്സ് വെച്ച് തന്നെ ഞാൻ ചെയ്തു. കാരണം വാഷി ടേപ്പിൻ്റെ റോഡ് മുഴുവൻ തീർന്നു പോകുമെന്നുള്ളൊരു പേടിയേ.
പിശുക്ക് നല്ലോണം ഉള്ളതുകൊണ്ട് തന്നെ മുൻപിലുള്ള സ്റ്റിക്കേഴ്സ് എല്ലാം അരിച്ച് പെറുക്കി യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ പേജ് ഫില്ലാക്കിയത്. ആൻഡ് ഈ പേജ് ഞാൻ അങ്ങനെ ചെയ്യാനൊന്നും ഉദ്ദേശിച്ചതല്ല ആക്ച്വലി. പക്ഷേ സ്വാഭാവികമായും ഒരു പുതിയ സാധനം കാണുമ്പോൾ അതപ്പം തന്നെ തുറന്നങ്ങോട്ട് നോക്കിയില്ലെങ്കിൽ അന്ന് ഉറക്കം കിട്ടില്ല എന്നുള്ളൊരു സ്വഭാവം എനിക്കുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെയാണ് ഞാനിത് തുറന്ന് നോക്കിയത്. എന്തായാലും തലചോറിഞ്ഞ് നിൽക്കുന്ന പെൺകുട്ടി മുതൽ എഴുതിയതിൽ എന്താ വല്ല അർത്ഥമുണ്ടോ ഇല്ലയെന്ന് എഴുതിയവനും അറിയില്ല വായിച്ചവനും അറിയില്ല എന്നുള്ള പോലത്തെ കോട്സ് വരെയുള്ള സ്റ്റിക്കേഴ്സ് ഞാൻ അങ്ങനെ അങ്ങോട്ട് ഒട്ടിച്ച് വെച്ചു. ഒന്നും ഞാൻ വേസ്റ്റാക്കിയിട്ടില്ല. നമ്മളൊന്നും വേസ്റ്റാക്കാൻ പാടില്ല എന്നാണല്ലോ, പ്രത്യേകിച്ച് അവനാൻ അധ്വാനിച്ച് ആ പൈസ കൊണ്ട് ഇങ്ങനെ വാങ്ങുമ്പോഴേ ഓരോ പൈസയും നമ്മൾ വില അറിഞ്ഞ് ജീവിക്കുമ്പോഴേ നമുക്കൊന്നും വേസ്റ്റാക്കാൻ തോന്നില്ല. അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എൻ്റെ ജേർണലിംഗ് സ്റ്റോറി എങ്ങനെയാണ്, എനിക്ക് വാഷി ടേപ്പിനോട് അങ്ങനത്തെ ഒരു ക്രേസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരുപാട് പേർക്കുണ്ടാവും ഇതുപോലെ ക്രേസ്. പിന്നെ ഇതുപോലുള്ളൊരു സംഭവമാണ് പിൻട്രസ്റ്റിലും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും എസ്തെറ്റിക് സ്റ്റഡി ഏരിയ. ഈ ഒരു സാധനം എൻ്റെ എത്ര രാത്രികളിൽ ഉറക്കം കളഞ്ഞിട്ടുണ്ടെന്നറിയോ. എൻ്റെ ടേബിൾ എങ്ങനെ മാറ്റിയാൽ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആഡ് ചെയ്താൽ എൻ്റെ ടേബിൾ ഭംഗിയാവുമെന്ന് ആലോചിച്ച് രാത്രി 12 മണി മുതൽ 3 മണി വരെ ആലോചിച്ച് എപ്പോഴോ ഉറങ്ങിപ്പോയ എത്രയോ കഥകൾ എനിക്കുണ്ട്. ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് പല ആൾക്കാർക്കും ഉണ്ടാവും. ഇത് ഈ ക്രാഫ്റ്റിനോട് ഇഷ്ടമുള്ള ആൾക്കാരുടെ ഒരു തരം ഭ്രാന്ത് മാത്രമാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും സ്റ്റിൽ ഐ ഫീൽ ബ്ലെസ്ഡ്. പണ്ട് കുട്ടിയായിരുന്നപ്പോൾ ചെറുതായിരുന്നപ്പോൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഇപ്പോൾ കയ്യിലുണ്ട്. അൽഹംദുലില്ലാ എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതിന് വേറെ ഒന്നുമല്ല, ചെറിയ കാര്യങ്ങളാണ് കേട്ടോ, വലിയ കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ ചെറിയ കാര്യങ്ങൾ, അത് ഭംഗിയുള്ള ഒരു സ്റ്റഡി ഏരിയ, ഒരു സ്റ്റഡി ടേബിൾ, അതുപോലെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു ഷെൽഫ്, ഇതൊക്കെ എൻ്റെ ചെറുപ്പം കാലം മുതലുള്ള ആഗ്രഹങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ ഓരോന്നോരോന്നായിട്ട് അവനവനെ അത് നടപ്പിലാക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം. അല്ലാണ്ട് ഹ്യൂജ് വലിയ സംഭവമൊന്നും ഞാൻ ഇതുവരെ പർച്ചേസ് ചെയ്തിട്ടില്ല. എല്ലാം എൻ്റെ കൊക്കിൽ ഒതുങ്ങുന്നത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഒരുപാട് കാലത്തെ ആഗ്രഹം മുന്നിൽ കാണുമ്പോൾ അത് നമ്മളെ കയ്യിൽ കിട്ടുമ്പോഴുള്ളൊരു സന്തോഷം, അത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ എനിവേ ഇന്നത്തെ ബഡായികളൊക്കെ ഈ വീഡിയോയുടെ അവസാനിച്ചു. ഇനി മടിയൊക്കെ മാറി പുതിയ വീഡിയോ എപ്പോഴാണ് വരികയെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും വരുമ്പോൾ കാണാൻ മറക്കരുത്. ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.